ഹലോ എവ്രി വൺ. സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്ററിൽ സ്റ്റാഫിംഗ് പ്രോസസ്സായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ 4th സ്റ്റെപ്പ് മുതൽ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് സെലക്ഷൻ. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ സെലക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ സെലക്ഷൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. Selection refers to the process of choosing the most suitable person from among the list of interested candidates. അതായത് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജോലിയുടെ നോട്ടിഫിക്കേഷൻ കണ്ട് ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് അപേക്ഷിക്കും അല്ലേ. ഒരു വേക്കൻസി ആണെങ്കിൽ കൂടി അതിന് വരുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാടായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് അയച്ച ലിസ്റ്റിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ജോലിയിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഗോയിങ് ത്രൂ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓൾ ദ കാൻഡിഡേറ്റ്സ് ആൻഡ് മാച്ചിങ് ദം വിത്ത് ദ എക്സ്പെക്ടേഷൻ ഫോർ ദ ജോബ് സോ ആസ് ടു ഡിസൈഡ് ഓൺ ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺസ് ഫോർ ദ ജോബ്. അതായത് ഒരുപാട് വ്യക്തികൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ അപേക്ഷിച്ച ആപ്ലിക്കേഷൻസിൽ നിന്ന് അവരുടെ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസിൽ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസിലൂടെയൊക്കെ ഒടിച്ചു പോയി അതിൽ നിന്ന് നമ്മുടെ ജോലിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡുള്ള ആൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ക്വാളിഫിക്കേഷനുള്ള ആൾ ആരാണെന്ന് മനസ്സിലാക്കുകയാണ് സെലക്ഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. ദ എൻറ്റയർ പ്രോസസ് ഗോസ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റെപ്സ് വിച്ച് മേ ബി കോൾഡ് ആസ് എ സെലക്ഷൻ പ്രൊസീജിയർ. ഈ സെലക്ഷൻ എന്ന് പറയുന്നതിനും ഒരുപാട് സ്റ്റെപ്സ്, അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയറിനെ നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ എന്നാണ് വിളിക്കുന്നത്. The first step in selection procedure is screening the application. എന്താ സ്ക്രീനിങ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക പരിശോധന. നമ്മുടെ അപേക്ഷാ ഫോമിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോംസിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയില്ലാത്ത തൊഴിലന്വേഷകരെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് പ്രാഥമിക പരിശോധന എന്ന് പറയുന്നത്. After receiving the applications from the candidates, the same must be examined to decide which one deserves to be considered and followed up. ഓരോ ആപ്ലിക്കേഷനും പരിശോധിച്ച ശേഷം ക്വാളിഫിക്കേഷൻ ഉള്ളത് ആരൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്ക്രീനിങ് ദ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Screening exercise involves checking the content of the applications as to ascertain whether or not the minimum eligibility conditions are fulfilled by the candidates who have applied for the job. അതായത് നമ്മൾ ഇപ്പം പരസ്യം കൊടുക്കുമ്പോൾ, അതായത് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുമ്പം കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൊടുക്കും. ഇന്ന ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര വയസ്സിൻ്റെ ഇടയിലുള്ള ആളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് കൊടുക്കും. അപ്പം ആ അപേക്ഷ പരിശോധിച്ച ശേഷം ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ അവർ എലിജിബിൾ ആണോ എന്ന് നോക്കി എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ ഈ സ്ക്രീനിങ് ഇസ് യൂഷ്വലി ഡൺ ബൈ എ സീനിയർ ഓഫീസർ ഓഫ് ദ കമ്പനി ഓർ ബൈ എ സ്ക്രീനിങ് കമ്മിറ്റി. അതായത് ഒന്നല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ സീനിയർ ഓഫീസർ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് സ്ക്രീൻ ചെയ്യാനായിട്ടൊരു ടീമിനെ ഫോമാറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ടീം ക്രിയേറ്റ് ചെയ്തിരിക്കും. അവരാണ് ഈ പറയുന്ന സ്ക്രീനിങ് പ്രൊസീജിയർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെലക്ഷൻ ഇസ് ഹോൾഡിംഗ് ടെസ്റ്റ്. ആഫ്റ്റർ സ്ക്രീനിങ് ദ ആപ്ലിക്കേഷൻസ് ദ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ് ടു അപ്പിയർ ഫോർ സെലക്ഷൻ ടെസ്റ്റ്. അതായത് സ്ക്രീനിങ് നടത്തി നമ്മൾ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത ആൾക്കാരെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത വ്യക്തികളോട് കുറച്ച് സെലക്ഷൻ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടും. ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനം ആവശ്യപ്പെടും. These tests are made to discover and measure the skill and abilities of the candidates in terms of the requirements of the job. ഈ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാ? നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന് നമ്മുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലും ടാലൻറ്റും ഒക്കെ ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി, അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് ഈ പറയുന്ന ടെസ്റ്റുകൾ, അതായത് സെലക്ഷൻ പ്രൊസീജിയറിലെ ടെസ്റ്റുകൾ. Passing the test by a candidate does not mean that he will be employed. It implies that all those who have passed the test are qualified for further processing and those who have failed are not considered. അതായത് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, കുറച്ച് വ്യക്തികളെ സെലക്ട് ചെയ്ത ശേഷം ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. ഈ ടെസ്റ്റിൽ പാസ്സായവർ കുറച്ചധികം ആൾക്കാരുണ്ടാവും.
ഈ എല്ലാ ആൾക്കാർക്കും ജോലി കൊടുക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ്, അതായത് സെലക്ഷൻ്റെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇവർ ക്വാളിഫൈഡ് ആണ് എന്നുള്ള ഒരു അർത്ഥമേ ഈ ടെസ്റ്റ് പാസ്സാവുന്നതിലൂടെ ഉള്ളൂ. അല്ലാതെ ടെസ്റ്റ് പാസ്സായ എല്ലാവർക്കും ജോലി കിട്ടണം എന്ന് നിർബന്ധമില്ല. ആ ടെസ്റ്റിൽ പാസ്സായാൽ അടുത്ത സ്റ്റെപ്പ്, അടുത്ത റൗണ്ടിലേക്ക് അവർ ക്വാളിഫൈഡായി, അങ്ങനെ മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. ഇനി ടെസ്റ്റിന് ഫെയിലായവരെന്താ നമ്മൾ കൺസിഡർ ചെയ്യില്ല, അവരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെലക്ഷൻ ടെസ്റ്റുകൾക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, അതുപോലെ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഇൻ്റലിജൻസ് എന്താ, ഒരു കാൻഡിഡേറ്റിൻ്റെ ഇൻ്റലിജൻസ്, അതായത് ബുദ്ധി പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള സ്കില്ല്, ആ ടെക്നിക്കൽ സ്കില്ല് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ടെസ്റ്റുകൾ. അതുപോലെ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ ഓരോ സ്ഥാപനത്തിൻ്റെയും ഏത് ജോലിയാണോ വേക്കൻ്റ് ആയിട്ടുള്ളത്, ഏത് പൊസിഷനാണോ വേക്കൻ്റ് ആയിട്ടുള്ളത് എന്നനുസരിച്ചിട്ടാണ് ഈ ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തുന്നത്. ദി തേർഡ് സ്റ്റെപ്പ് ഇസ് ഇൻ്റർവ്യൂ. സെലക്ഷൻ പ്രൊസീജിയറിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂ. എന്താ ഇൻ്റർവ്യൂ? നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു കോമൺ ടേം ആണല്ലേ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ മീൻസ് ഓഫ് ചെക്കിംഗ് ദി ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം and making an overall assessment of the candidate's suitability for the job. ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്ത ആൾ അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയുടെ വ്യക്തിത്വം, ആത്മവിശ്വാസം, ബുദ്ധി, അഭിരുചി ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അഭിമുഖം സഹായിക്കുന്നുണ്ട്, അതായത് ഇൻ്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The candidate has a face-to-face interaction with the employer or the representatives of the employer where they try to judge the ability of candidates. എന്താണ് ഒരു അഭിമുഖത്തിൽ എന്ന് പറഞ്ഞാൽ അപേക്ഷകനും അതായത് അപ്ലൈ ചെയ്ത വ്യക്തിയും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സീനിയർ ഓഫീസേഴ്സും ഒക്കെ തമ്മിലുള്ള ഒരു മുഖാമുഖ ആയിട്ടുള്ളൊരു സംഭാഷണമാണ്. അതൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. അവർ ഡയറക്റ്റ്ലി നേരിട്ട് കണ്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ കോൺവേഴ്സ് ചെയ്യുകയാണ്. ഇങ്ങനെ അഭിമുഖം നടത്തുന്നതിലൂടെ ആ ഉദ്യോഗാർത്ഥിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പറ്റാത്ത അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പം കുറച്ച് എന്താണ് ഒന്നും കൂടി ഡയറക്റ്റായിട്ട് ആ വ്യക്തിനെ പറ്റിയിട്ടൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ടൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ ആ സെലക്ഷൻ പാനലിന് കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ചെക്കിംഗ് ഓഫ് റെഫറൻസസ്. റെഫറൻസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ റെഫറൻസും പശ്ചാത്തല പരിശോധനയും നടത്താം. Information is obtained and verified from the heads of educational institutions where the candidates have studied or from the persons whose name are given by the candidate as a referee or from their previous employees. എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലാസ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങിൽ കുറച്ച് കോൺടാക്റ്റുകൾ കൊടുക്കും, കുറച്ച് വ്യക്തികളെയും അവരുടെ കോൺടാക്റ്റ് നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐഡിയോ അങ്ങനെയൊക്കെ കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ ഏത് സ്ഥാപനത്തിലേക്കാണോ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് ആ സ്ഥാപനത്തിലെ സീനിയർ ഓഫീസേഴ്സിന് നമ്മൾ ഈ കൊടുത്ത റെഫറൻസിലെ കോൺടാക്റ്റുകളെ ആയിട്ട് സംസാരിച്ചാൽ നമ്മളെ പറ്റിയിട്ടുള്ളൊരു വിവരം അന്വേഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റെഫറൻസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെയോ നമ്മുടെ ടീച്ചേഴ്സിൻ്റെയോ പേരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിലെ ഹെഡിൻ്റെ കോൺടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത സ്ഥാപനത്തിലെ സീനിയർ മാനേജേഴ്സിനെ ഈ പറയുന്ന പോലെ നമ്മുടെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെ ബോസിനെയോ ഒക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ പറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടും. നമ്മളെങ്ങനെയാണ്, വർക്കുമായിട്ട് ഡെഡിക്കേറ്റഡ് ആണോ, നല്ല ആക്റ്റീവാണോ, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ആൾക്കാരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ള വിവരങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓർഗനൈസേഷനിലെ സീനിയർ മാനേജേഴ്സിന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെഫറൻസ് വെക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ചെക്ക് നടത്തുന്നത്. References are required to be contacted to ensure that the persons can be relied upon. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, ജോലിയിനോടൊരു ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്ക ഓർഗനൈസേഷൻസും ഈ റെഫറൻസ് ചെക്ക് നടത്തുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാളെ കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിൽ മാത്രം നമുക്ക് ജോലി ഏൽപ്പിച്ച് കയ്യും കെട്ടി അവിടെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ടൊരു പരിശോധന, ഒരു റെഫറൻസ് ചെക്ക്, മുമ്പ് അയാൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അയാൾ പഠിച്ച സ്ഥാപനത്തിലുള്ള ഹെഡുമായിട്ടൊക്കെ സംസാരിച്ച് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. അതാണ് റെഫറൻസ് ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ പരിശോധന.
Candidates selected for the job are asked to undergo medical examination to see whether the selected candidates are physically fit for the job. ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാവണം ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ ആ ജോലിക്ക് ഫിസിക്കലി ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A proper medical examination ensures higher standard of health of the employee and the physical fitness, which in turn reduces the labor turnover, absenteeism, accidents, etc. അതായത് ഒരു പ്രോപ്പർ മെഡിക്കൽ പരിശോധനയിലൂടെ ഒരു ഉദ്യോഗാർത്ഥി കടന്നു പോകണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ ഫിസിക്കലി ഫിറ്റാണ്, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമുള്ള ഒരു വ്യക്തിയല്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ലീവ് എടുക്കാൻ ആ വ്യക്തി അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്, ഇല്ലെങ്കിൽ പകുതിക്ക് റിസൈൻ ചെയ്തു പോകാനുള്ള ചാൻസസ്, ഈ അസുഖം കാരണം ജോലിയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ റിസൈൻ ചെയ്തു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആബ്സെൻറ്റിസവും ആക്സിഡൻസും അല്ലെങ്കിൽ ലേബർ ടേൺ ഓവറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യപരിശോധന കർശനമായിട്ടും നടത്തണം എന്ന് പറയുന്നത്. The next step is issue of appointment letter. Candidates selected are offered to join the organization for which a formal appointment letter is issued containing the nature of job, remuneration, pay scale and other terms and conditions relating to the employment. മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞ് അയാൾ ഫിറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യും ആ ഓർഗനൈസേഷനിൽ നിന്ന്. ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ കമ്പനി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ലെറ്ററാണ്. അതിൻ്റെ അകത്ത് ആ ജോലി എന്താണെന്ന്, ജോലിയുടെ സ്വഭാവം എന്താണെന്നും, എത്ര സാലറി അല്ലെങ്കിൽ എത്ര റെമ്യൂണറേഷൻ കിട്ടും, അതുപോലെ തന്നെ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞേ? റിക്രൂട്ട്മെൻറ്റിലൂടെ ഒരുപാട് അപ്ലിക്കേഷൻസിൽ വന്നതിൽ നിന്ന് ആ ആപ്ലിക്കേഷൻസിലെ ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റി ഒക്കെ പരിശോധിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്വാളിഫിക്കേഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത ആൾക്കാരെ സെലക്ട് ചെയ്യും, മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യും. പിന്നീട് കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഒന്നും കൂടി ഇവരുടെ കഴിവ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ടെസ്റ്റ് നടത്തും, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെയൊക്കെ. അപ്പോൾ ആ ടെസ്റ്റിൽ പാസ്സാവുന്നവർക്ക് അടുത്ത റൗണ്ട് ഓഫ് സെലക്ഷനിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും. അവർ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യും. അടുത്ത റൗണ്ടിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂവിലും ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലും ആ കാൻഡിഡേറ്റ് പാസ്സാവുകയാണെങ്കിൽ ആ വ്യക്തി ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള റെഫറൻസ് പരിശോധിക്കും. അതായത് മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെയോ ബോസോ അല്ലെങ്കിൽ ഹെഡോ ആയിട്ട് കോൺടാക്ട് ചെയ്ത് ആ വ്യക്തിനെ പറ്റിയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യും. അങ്ങനെ റെഫറൻസും ചെക്ക് ചെയ്ത് ആൾ ഓക്കെയാണ്, കാൻഡിഡേറ്റ് ക്വാളിഫൈഡ് ആണ് എന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ കാൻഡിഡേറ്റിനോട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറയും. അതായത് വൈദ്യപരിശോധന, പ്രത്യേകിച്ച് അസുഖങ്ങൾക്കൊന്നും അടിമയായിട്ടുള്ളൊരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റാണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി വൈദ്യപരിശോധന നേരിടാൻ പറയും. അതിലും പാസ്സായി കഴിയുവാണെങ്കിൽ ആ കാൻഡിഡേറ്റ് ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കാൻഡിഡേറ്റിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഇത്രയാണ് സെലക്ഷൻ പ്രൊസീജിയർ. ഇതിനൊക്കെ ശേഷം ആ കാൻഡിഡേറ്റിന് അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കൊടുത്ത ശേഷം ആ വ്യക്തി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. എന്താ ഈ പ്രൊബേഷൻ പീരീഡ്? In most of the organizations, the candidates are not initially appointed on permanent basis because it is considered better to try them for a few months on the job itself. അതായത് ആദ്യമായിട്ട് ഒരു വ്യക്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാതെ ഒരു ട്രെയിനിങ് പീരീഡ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് പീരീഡ് എന്നുള്ള പോലെ ആദ്യത്തെ ഒരു 5-6 മാസത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യും. പെർമനൻ്റ് ആക്കാതെ അപ്പോയിൻറ്റ് ചെയ്യും. എന്തിനാണ്? ആ വ്യക്തി ജോലി എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് വർക്കിലൂടെ തന്നെ, അയാളുടെ പെർഫോമൻസിലൂടെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാലയളവിനെയാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ബൈ ഒബ്സർവിങ് എ പേഴ്സൺ അറ്റ് വർക്ക് ദാറ്റ് വൺ ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ ഹി പെർഫോംസ് ആൻഡ് ഹൗ ഹി ഓൾസോ ബിഹേവ്സ് വിത്ത് എ സുപ്പീരിയർ ആൻഡ് ഫെല്ലോ എംപ്ലോയീസ്. ഇപ്പോൾ റെസ്യൂമെയിൽ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ടോ നമുക്കൊരാളെ കറക്റ്റായിട്ട് വിലയിരുത്താൻ കഴിയില്ല. നമ്മൾ റെഫറൻസ് ചെക്കുകൾ നടത്തുവാണെങ്കിൽ പണ്ടത്തെ ബോസുമായിട്ട് അല്ലെങ്കിൽ
പഴയ സ്കൂളിലോ കോളേജിലോ പ്രിൻസിപ്പലിനെയോ ടീച്ചേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാനും അവരോടുള്ളൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് ചിലപ്പം ആ ബോസ് അല്ലെങ്കിൽ ടീച്ചർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരാം. അതിപ്പോൾ നമുക്കൊരു 100% വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ജോലിയിൽ പെർമനൻ്റ് അല്ലാത്ത രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സുപ്പീരിയേഴ്സിനോടും മറ്റ് കൊളീഗ്സിനോടും എങ്ങനെയാണ് പെരുമാറുന്നത്, പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നൊക്കെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൂടിയാണ് ഈ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ അതാണ് സെലക്ഷൻ പ്രൊസീജിയർ. നൗ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷനും റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് പ്രൊസീജിയറിൽ അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രക്രിയയിലെ 3ാമത്തെയും 4ാമത്തെയും സ്റ്റെപ്പാണ്. അപ്പോൾ ഈ സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. The first point, while the recruitment helps in attracting suitable candidates, selection helps in finding out the candidate who meet the requirement of the job. അതായത് റിക്രൂട്ട്മെൻറ്റ് എന്താ ചെയ്യുന്നത്? അനുയോജ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞ് അവരെ ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം സെലക്ഷൻ എന്താണ്? ഏറ്റവും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. While the recruitment refers to the process of attracting good applicants for jobs, selection identifies the most suitable amongst the applicants. അതായത് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുക, ജോലിയിലേക്ക് ആകർഷിക്കുക, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യിക്കുക എന്നതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതേസമയം എന്താണ്? യോഗ്യത ഇല്ലാത്തവരെ നീക്കം ചെയ്ത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ഏറ്റവും നല്ലവരെ അല്ലെങ്കിൽ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഇസ് റിഗാർഡഡ് ആസ് എ പോസിറ്റീവ് പ്രോസസ്സ് ബട്ട് സെലക്ഷൻ ഇസ് എ നെഗറ്റീവ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണെന്നും അതേസമയം സെലക്ഷൻ നേരെ മറിച്ച് ഒരു നെഗറ്റീവ് പ്രോസസ്സുമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടത്? അതായത് റിക്രൂട്ട്മെൻറ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ, ആ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം എന്താണ്? സെലക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? യോഗ്യതയില്ലാത്ത ആൾക്കാരെ നിഷ്കരണം റിജക്റ്റ് ചെയ്യുന്നത്. അത് ചിലപ്പം ആൾക്കാരുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആൾക്കാരെ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്റ്റാഫിംഗ്. അതായത് സെലക്ഷൻ കഴിഞ്ഞ് 5ാമതായിട്ട് വരുന്ന സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്ലേസ്മെൻറ്റ്. Placement refers to the selected candidates joining the positions in the organization for which they have been selected. ഏത് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടാണോ അയാൾക്ക് ആ ജോലി ലഭിച്ചത്, അല്ലെങ്കിൽ ഏത് ജോലിയിലേക്കാണോ ആ വ്യക്തിനെ തിരഞ്ഞെടുത്തത്, ആ ജോലിയിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. The appointment of every candidate is followed by a record of particulars of employment. Such record is properly maintained and described as the employment record. ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസും ആ വ്യക്തിയുടെ വർക്ക് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റെക്കോർഡ്, അതാണ് എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. It serves as a useful purpose on many occasions like selection of employees for training, promotion, increment, etc. പ്രൊമോഷൻ കൊടുക്കാൻ നേരം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ നേരം, ഇനി അതുമല്ലെങ്കിൽ സാലറിയിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കാൻ നേരമൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു റെക്കോർഡാണ് ഈ എംപ്ലോയ്മെൻറ്റ് റെക്കോർഡ്. ഇതിലെ ഡീറ്റെയിൽസൊക്കെ അനലൈസ് ചെയ്ത ശേഷമാണ് ഒരു വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ സീനിയർ ഓഫീസേഴ്സ് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇൻഡക്ഷൻ. സ്റ്റാഫിങ്ങിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ എംപ്ലോയീസ് ടു ദ ഓർഗനൈസേഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്തൊരു വ്യക്തിനെ ആ ഓർഗനൈസേഷനുമായിട്ട് അവിടുത്തെ എംപ്ലോയീസുമായിട്ട് പരിചയപ്പെടുത്തുന്ന പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദ ന്യൂ എംപ്ലോയീസ് ഷുഡ് നോ അണ്ടർ ഹൂം ആൻഡ് വിത്ത് ഹൂം ഹി ഓർ ഷീ ഈസ് ടു വർക്ക്, get acquainted and adjusted to the work environment, get a general idea about the rules and regulations, working conditions, etc. അതായത് ഫസ്റ്റ് ഡേ ആ എംപ്ലോയി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വരുന്ന അന്ന് എന്താണ്, ആരുടെ കീഴിലാണ് ആ എംപ്ലോയി വർക്ക് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് അവിടുത്തെ മറ്റ് എംപ്ലോയീസ്, അവിടെ ആ ഓർഗനൈസേഷനിൽ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ തമ്മിലൊന്ന് പരിചയപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരിതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്.
A proper induction program is likely to reduce his anxiety on how to cope up with the work and how to become a part of the organization, and it helps in development of a favorable attitude towards the organization and job. അതായത് ആ ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ് ഫസ്റ്റ് ഡേ ജോലിക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് ഡേ ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലും, അതിപ്പോൾ സ്കൂളായാലും ഓഫീസായാലും ഭയങ്കര നെർവസ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. എന്ത് ചെയ്യണം, ആരോട് സംസാരിക്കണം, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരും ചുറ്റുപാടും ആകുമ്പം നമ്മൾ നെർവസ് ആവും. അപ്പോൾ ആ നെർവസ്നെസ് ഒക്കെ കുറച്ച് ആ ടെൻഷനൊക്കെ മാറ്റി ആ ഓർഗനൈസേഷനായിട്ടും അവിടുത്തെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ. അതുകൊണ്ട് എന്താ, ആ വ്യക്തിക്ക് ആ ടെൻഷനൊക്കെ മറന്ന് ഫ്രീ ആയിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ആ ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇടപഴകാൻ പറ്റും, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജോലിയും എന്താണ് ഫ്രീ ആയിട്ട് അധികം ടെൻഷനൊന്നും അടിക്കാതെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് 2 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് മാൻ പവർ പ്ലാനിങ്, നെക്സ്റ്റ് ജോബ് അനാലിസിസ്, അത് കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ്. ഈ 3 സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് സെലക്ഷൻ, അതിൽ തന്നെ സെലക്ഷൻ്റെ പ്രൊസീജിയർ, സെലക്ഷനിൽ എന്തൊക്കെ രീതികൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ പ്ലേസ്മെൻറ്റും ഇൻഡക്ഷനും ഡിസ്കസ് ചെയ്തു. ഇനി ജോലിയിൽ പ്ലേസ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു കാൻഡിഡേറ്റിന് കൊടുക്കുന്ന ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നും പിന്നീട് അങ്ങോട്ട് വരുന്ന പെർഫോമൻസ് അപ്രൈസലിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.